HRDS ഇന്ത്യയുടെ പ്രഥമ VD സവർക്കർ പുരസ്കാരം ശശി തരൂരിന് ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പുരസ്കാരം സമർപ്പിക്കുക. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ശശി തരൂർ സന്നദ്ധത അറിയിച്ചതായി സംഘാടകർ പറഞ്ഞു. വിഷയത്തിൽ പ്രതികരിക്കാൻ തരൂർ വിസമ്മതിച്ചു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. സജു, ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിലാണ്, പക്ഷേ അദ്ദേഹത്തിന് വീർ സവർക്കർ പുരസ്കാരം ലഭിക്കുന്നു. അത് വാങ്ങാൻ ശശി തരൂർ ഈ ചടങ്ങിനെത്തുമോ? നൗഫൽ, ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ സംഘാടകർ, അതായത് HRDSുമായി ബന്ധപ്പെട്ടുള്ള സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ്. HRDSന്റെ പ്രഥമ വീർ സവർക്കർ പുരസ്കാരം ശശി തരൂരിനാണ് നൽകുന്നത്. ഇന്ന് ഡൽഹിയിൽ വൈകിട്ട് 5 മണിക്കാണ് ഈ അവാർഡ് വിതരണം നടക്കുന്നത്. ഇതിൽ തരൂർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഈ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും ശശി തരൂർ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് മുൾമുനയിൽ നിർത്തുന്ന ചില പ്രസ്താവനകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചില രീതികളും വലിയ തോതിൽ കോൺഗ്രസിനിടയിൽ തന്നെ വലിയ എതിർപ്പുണ്ടാക്കിയ സാഹചര്യത്തിൽ വീണ്ടും കോൺഗ്രസിന് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ശശി തരൂരിന് ഇപ്പോൾ അവാർഡ് ലഭിക്കുന്ന ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അവാർഡുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ ഇന്നിതുവരെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തയ്യാറായിട്ടില്ല. പക്ഷേ ഈ HRDSന്റെ സംഘാടകർ നമ്മോട് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ശശി തരൂർ ഇന്ന് വൈകിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ, അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരെ, രാജീവ് ഗാന്ധിക്കെതിരെ, കോൺഗ്രസിന്റെ പല നേതാക്കൾക്കുമെതിരെ വലിയ തോതിലുള്ള പ്രസ്താവനകൾ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പിനെ പോലും പരിങ്ങലിലാക്കുന്ന രീതിയിൽ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രസ്താവനകൾ വലിയ തോതിൽ കോൺഗ്രസിനെ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ തോതിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അവാർഡ് വിതരണത്തിൽ ഇദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും കോൺഗ്രസ് നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള തരൂരിന്റെ പ്രതികരണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവുകയാണ്. ഈ കാര്യങ്ങളൊക്കെയും പ്രത്യക്ഷമായിട്ടൊരു നടപടി വേണ്ട, അല്ലെങ്കിൽ ഒരു നിലപാട് വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി. പക്ഷേ ഇതിലെന്തായിരിക്കും കോൺഗ്രസിന്റെ ഒരു നടപടി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വലിയ തോതിൽ SIR ചർച്ചയിലും RSSനെ അടക്കം വലിയ തോതിൽ വിമർശിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെ, അതായത് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തത് RSSകാരെന്നുള്ള വലിയ വിമർശനം ഉയർത്തിയ പശ്ചാത്തലത്തിൽ വീർ സവർക്കർ പുരസ്കാരം എന്തുകൊണ്ട് തരൂർ വാങ്ങാൻ സന്നദ്ധത കാണിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വരുന്നത്. ഇതിൽ എന്തായിരിക്കും തരൂരിന്റെ പ്രതികരണം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ നമ്മൾ തരൂരിന്റെ വസതിയിലെത്തി അദ്ദേഹം നമ്മോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം വാഹനത്തിൽ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം പാർലമെന്റിലേക്ക് പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രതികരണങ്ങൾ നമ്മൾ തേടുകയാണ്. എന്നാലും സ്വാഭാവികമായിട്ടും ശശി തരൂർ HRDSന്റെ വീർ സവർക്കർ പുരസ്കാരം വാങ്ങുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു സന്ദേഹമായിട്ട് നിലനിൽക്കുകയാണ്. പക്ഷേ